പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ ഒരു നിശബ്ദതയുടെ ജീവിതമായിരുന്നു. ഒരു വലിയ നിശബ്ദതയുടെ. വിശുദ്ധ ബൈബിളിൽ തന്നെ പരിശുദ്ധ അമ്മ സംസാരിക്കുന്നത് വളരെ ചുരുക്കമായിട്ടാണ് പ്രതിപാദിക്കുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി എന്നൊരു മനോഹരമായ ഡയലോഗ് അമ്മ പറഞ്ഞത് മുതൽ പിന്നീട് അമ്മ അധികം ഡയലോഗുകൾ പറഞ്ഞിട്ടില്ല ജീവിതത്തിൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന് മുമ്പിൽ പറയുന്ന പ്രതിജ്ഞകൾ, ദൈവത്തിന് കൊടുക്കുന്ന വാക്കുകളൊക്കെ എത്ര വലുതാണ്. പല വാക്കുകളും വാഗ്ദാനങ്ങളൊക്കെ നമ്മളും പറഞ്ഞിട്ടുണ്ട് ദൈവത്തോട്. നമ്മുടെ ജീവിത അന്തസ്സ്, പുരോഹിതനായ ഞാനും വിവാഹിതരായ നിങ്ങളും സമർപ്പിതരായവരൊക്കെ ജീവിതത്തിൻ്റെ ഓരോരോ ദിക്കുകളിൽ വെച്ച് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളോട് നമ്മൾ വിശ്വസ്തത പുലർത്തുമ്പോൾ നമുക്ക് പലയിടങ്ങളിലും നിശബ്ദത പാലിക്കേണ്ടി വരും. അത് സ്നേഹത്തെ പ്രതിയുള്ള ഒരു നിശബ്ദതയാണ്. വിശുദ്ധ പൗലോസ്ലീഹ കോരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരികയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം ലോകം അറിയും. ഞാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്, ഞാൻ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ആളാണെന്ന് ലോകം അറിയുന്നത് സ്നേഹത്തിലൂടെയാണ്. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്ന സ്നേഹമാണ് ഈ നിശബ്ദതയുടെ പുറകിലുള്ളത്. മുറുമുറുപ്പല്ലത്, അതൊരു സപ്രഷൻ ഫീലിംഗ് അല്ലത്, അതൊരു ഡിപ്രഷൻ അല്ലത്. ആ മൗനം സ്നേഹത്തിൻ്റെ മൗനമാണ്. സ്നേഹം ഇങ്ങനെ ഉറഞ്ഞുകൂടിയ ഒരു മൗനമാണത്. സ്നേഹം ഒരിക്കലും ദ്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല. സ്നേഹത്തിന് ദീർഘക്ഷമയുണ്ടെന്ന് പറയുന്നത്. ദീർഘക്ഷമ അല്ലാതെ തക്കം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്യുന്നതല്ല സ്നേഹം. കുത്തുവാക്ക് പറയുന്നതല്ല, വാദിക്കുന്നതല്ല. ദീർഘക്ഷമ, അത് മരണം വരെ നീളുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ. വേദനകളോട്, നെഗറ്റീവായ അനുഭവങ്ങളോടൊക്കെ പരിശുദ്ധ അമ്മ സ്നേഹത്തോടെ പ്രതികരിക്കുകയാണ്. അതിനെയെല്ലാം അനുഗ്രഹമാക്കി കൺവെർട്ട് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ നിശബ്ദത മുറിയുന്നത് എപ്പോഴാണ്? നമ്മൾ കോപിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ഈഗോ, ഞാനെന്ന ഭാവം വലുതാകുമ്പോഴാണ്. നമ്മൾ നമ്മുടെ വീട്ടിലും സമൂഹത്തിലൊക്കെ പലപ്പോഴും ദേഷ്യപ്പെട്ടത് എന്തിൻ്റെ പേരിലാണ്? ഞാൻ ആഗ്രഹിച്ചതുപോലെ നടക്കാത്തത് കൊണ്ടാണ്. അതിലെൻ്റെ ഒരു സ്വാർത്ഥതയുണ്ട്, അല്ലാതെ ഒരു പൊതു നന്മയെ പ്രതി ഒന്നുമല്ല പലപ്പോഴും, അല്ലെങ്കിൽ ദൈവസ്നേഹത്തെ പ്രതിയല്ല പലപ്പോഴും. നമ്മുടെ ഈഗോ, ഞാനെന്ന ഭാവം, സ്വാർത്ഥതയില്ലാത്ത നിസ്വാർത്ഥ സ്നേഹം നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവ ഇഷ്ടം നടക്കണമെന്നൊറ്റ ആഗ്രഹമുള്ളൂ. അത് അമ്മയെ നിശബ്ദയാക്കി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മയുടെ ഈ നിശബ്ദത, സ്നേഹത്തോടെയുള്ള നിശബ്ദത എല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്നേഹപൂർവ്വം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള നിശബ്ദത. യോസേപ്പ് പിതാവ് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതും ഒരു നിശബ്ദതയാണ്. പക്ഷെ യഥാർത്ഥ സ്നേഹത്തിൻ്റെ നിശബ്ദതയല്ലായിരുന്നു അത്. ആ തീരുമാനം രഹസ്യത്തിൽ ഉപേക്ഷിക്കുക, പുറമെ നിശബ്ദത, പക്ഷേ അകത്ത് വലിയ ഒരു അസ്വസ്ഥത. ഇന്ന് രഹസ്യത്തിൽ പലരും ഉപേക്ഷിക്കുന്നുണ്ട്. മുറുമുറുപ്പോടെ ജീവിത പങ്കാളി ആദ്യം ഉപേക്ഷിക്കപ്പെടുന്നത് കോടതി മുറിയിലല്ല, ഹൃദയത്തിലാണ്. ആദ്യത്തെ ഓൾഡ് ഏജ് ഹോം ഹൃദയത്തിലാണ്. അപ്പനും അമ്മയെയും ഓൾഡ് ഏജ് ഹോമിലാക്കുന്നതിന് മുൻപ് ഹൃദയത്തിലെ ഓൾഡ് ഏജ് ഹോമിലാക്കുന്നു. പുറമേ ഒരക്ഷരം പറഞ്ഞില്ലേലും ഉള്ളിൽ മുറുമുറുപ്പ്. സ്നേഹം നിറഞ്ഞിട്ടുള്ള ഒരു നിശബ്ദതയിലേക്കും ശാന്തതയിലേക്കും പരിശുദ്ധ അമ്മ നമ്മെ ക്ഷണിക്കുകയാണ്. അമ്മയോട് പ്രാർത്ഥിക്കാം. കാനായിലും കാൽവരിയിലും കാലിത്തൊഴുത്തിലും കുരിശിൻ്റെ വഴിയിലും ദുഃഖവെള്ളിയിലും ഈസ്റ്ററിലും പെന്തക്കുസ്തായിലും സ്വർഗാരോപണത്തിലും സ്വർഗാരോഹണത്തിലും നിശബ്ദത പാലിച്ച പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തിൽ സ്നേഹത്താൽ നിശബ്ദനാകാൻ
നിശബ്ദയാകാൻ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, സ്നേഹത്തോടെ അമ്മയുടെ മുമ്പിൽ ഞങ്ങൾ അണയുകയാണ്. ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് പ്രാർത്ഥനയോടെ അമ്മയെ ഞങ്ങൾ നോക്കുകയാണ്. അമ്മേ മാതാവേ, ഈ സമയം ഈശോയെ നോക്കിയ അതേ കണ്ണുകൾ കൊണ്ട് അമ്മ ഞങ്ങളെ നോക്കാമോ? ഈശോയെ സ്നേഹിച്ച അതേ ഹൃദയം കൊണ്ട് ഞങ്ങളെ സ്നേഹിക്കാമോ? ഈശോയ്ക്കായി അമ്മ പാടി അതേ താരാട്ട് ഞങ്ങൾക്കായി പാടാമോ? ഞങ്ങളും അമ്മയ്ക്കൊരു താരാട്ട് പാടാം. അമ്മയുടെ പ്രിയമുള്ള മക്കൾ, ഇത്രയും കാലം ഇനിയും അമ്മ നൽകിക്കൊണ്ടിരിക്കുന്ന നൽകിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. അമ്മയുടെ എല്ലാ നന്മകൾക്കും കൃപകൾക്കും സഹായത്തിനും സ്നേഹത്തിന് നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ ഹൃദയത്തോട് ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. അമ്മയുടെ സ്നേഹത്തിൽ ഞങ്ങളെ പൊതിയണമേ. ഈ സമയം നമുക്കെല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ പാടാം. പരിശുദ്ധ അമ്മയുടെ അപദാനങ്ങൾ ഓർക്കാം, പുണ്യങ്ങൾ ഓർക്കാം. ഹൃദയം തുറന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഈശോവാണൊരു ആലയമേ, അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. ജപമാല കൈയെടുക്കും ഞാനമ്മതൻ കയ്യിൽ പിടിക്കും. സുവിശേഷം കോർത്തോരാനൂരിൽ ഞാൻ ജീവിതം കോർത്തിന്നു നൽകും. മുത്തുകളെണ്ണി പ്രാർത്ഥിക്കും ഞാനമ്മതൻ മുത്തായി മാറും. മുത്തുകളെണ്ണി പ്രാർത്ഥിക്കും ഞാനമ്മതൻ മുത്തായി മാറും. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ, സുകൃതമെല്ലാം കോർത്തുവെച്ച മാലയാണമ്മ. അമ്മേ അമ്മേ മാമരിയേ എന്നീശോവാണൊരു ആലയമേ, അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. അമ്മേ അമ്മേ മാമരിയേ
എന്റെ സ്വർഗജാലകം എന്നും അമ്മേ നീയല്ലോ, എന്റെ സ്നേഹനീരുറവ എന്നും അമ്മേ നീയല്ലോ. എന്റെ സ്വർഗജാലകം ഇന്നും അമ്മേ നീയല്ലോ, എന്റെ സ്നേഹനീരുറവ ഇന്നും അമ്മേ നീയല്ലോ. എന്റെ സ്നേഹശ്വാസമാകും അമ്മേ മാതാവേ, എന്റെ ജീവതാളമാകും അമ്മേ മാതാവേ. എന്റെ സ്നേഹശ്വാസമാകും അമ്മേ മാതാവേ, എന്റെ ജീവതാളമാകും അമ്മേ മാതാവേ. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. അമ്മേ അമ്മേ മാമരിയേ, മാമരിയേ, മഹതിയായ മരിയേ, വലിയ മരിയേ, രാജ്ഞി കണക്കെ ഉയർന്നവളായ അത്യുന്നത പദവി അലങ്കരിക്കുന്ന മറിയമേ എന്നാണ്. മാമരിയേ, മഹതിയായ മരിയേ, എന്നീശോ വാണൊരു ആലയമേ. അമ്മേ, ആ ഹൃദയത്തിൽ എന്നെയും ചേർക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചത്. അമ്മയുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ്. ആ ആലയത്തിലാണ് അമ്മ നമ്മളെ സ്വീകരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വലിയ സ്നേഹത്താൽ നമുക്ക് നിറയാം. അമ്മയുടെ വലിയ വാത്സല്യം നമുക്ക് അനുഭവിക്കാം. ഓരോ പ്രാവശ്യവും ജപമാല കയ്യിലെടുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ജപമാല ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ഓർക്കണം, പരിശുദ്ധ അമ്മയുടെ കയ്യിലാണ് നമ്മൾ പിടിക്കുന്നത്. ആ ഈരടികൾ ഒന്നുകൂടി നമുക്ക് പാടാം. ജപമാല കയ്യിലെടുക്കും ഞാൻ, അമ്മതൻ കയ്യിൽ പിടിക്കും. ജപമാല താഴെ വെക്കരുത്. ജപമാല ഇനി കയ്യിൽ പിടിക്കുമ്പോൾ ഓർക്കണം, ഞാൻ അമ്മയുടെ കയ്യിൽ പിടിക്കുന്നെന്ന്. ആ വരി ഒന്ന് പാടാം ഒരിക്കൽ കൂടി. ജപമാല കയ്യിലെടുക്കും ഞാൻ, അമ്മതൻ കയ്യിൽ പിടിക്കും. ജപമാല ജപമാല കയ്യിലെടുക്കും ഞാൻ, അമ്മതൻ കയ്യിൽ പിടിക്കും. പ്രിയമുള്ളവരെ, ജപമാല കയ്യിൽ പിടിക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ പിടിക്കുന്നു. ഇനി എന്താണ് ഈ ജപമാല? സുവിശേഷം കോർത്തിട്ടിരിക്കുന്ന ഒരു നൂലാണ്, മാലയാണ് ജപമാല. മിശിഹാ രഹസ്യങ്ങൾ കോർത്തു വെച്ച ഒരു മാലയാണ്, നൂലാണ് ജപമാല. ഈശോയുടെ മനുഷ്യാവതാര രഹസ്യങ്ങൾ മുഴുവൻ അതിലുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ, പ്രാർത്ഥനയിൽ വചനങ്ങളുണ്ട്. മിശിഹാ രഹസ്യങ്ങളാണ്. അമ്മയുടെ കണ്ണുകളിലൂടെ ഈശോയുടെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ് നമ്മൾ. സുവിശേഷം കോർത്തൊരാ നൂലിൽ നമുക്ക് ജീവിതം കോർക്കാം. സുവിശേഷം കോർത്ത ഈ നൂലിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് നൂലിൽ കോർത്ത് അമ്മ വഴി ഈശോയ്ക്ക് നൽകാൻ സാധിക്കണം. സുവിശേഷം കോർത്തൊരാ നൂലിൽ ഞാൻ ജീവിതം കോർത്തിന്നു നൽകും. ഈരടികൾ പാടി പ്രാർത്ഥിക്കാം. സുവിശേഷം കോർത്തോരാ നൂലിൽ
ഞാൻ ജീവിതം കോർത്തിന്നു നൽകും. സുവിശേഷം സുവിശേഷം കോർത്തോരാ നൂലിൽ ഞാൻ ജീവിതം കോർത്തിന്നു നൽകും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മുത്തുകൾ എണ്ണി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അമ്മയുടെ മുത്തായി മാറും, ഈശോയുടെ മുത്തായി മാറും. അമ്മയോട് ഈ ജപമാലയിൽ ഓരോ മണികൾ ഉരുട്ടി ഉരുട്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഈ മുത്തുകൾ എണ്ണി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ മുത്തായി മാറും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും അമ്മയുടെ മുത്താകാൻ, അതുവഴി ഈശോയുടെ ഹൃദയത്തിലിരിക്കാനുള്ള വലിയ കൃപ ലഭിക്കും. മുത്തുകൾ എണ്ണി പ്രാർത്ഥിക്കും ഞാൻ, അമ്മതൻ മുത്തായി മാറും. മുത്തുകളെണ്ണി പ്രാർത്ഥിക്കും ഞാൻ, അമ്മതൻ മുത്തായി മാറും. മുത്തുകളെണ്ണി പ്രാർത്ഥിക്കും ഞാൻ, അമ്മതൻ മുത്തായി മാറും. പ്രിയമുള്ളവരെ, പാപം മൂലം മൂടിപ്പോയ, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കാൻ പറ്റാത്ത വിധം അടഞ്ഞു പോയ കണ്ണുകൾ, ജീവിതങ്ങൾക്ക് മുൻപിൽ സ്വർഗം തുറന്നിട്ട ജാലകമാണ് മറിയം. എൻ്റെ സ്വർഗജാലകമാണ് പരിശുദ്ധ മറിയം. പാപം മൂലം, അന്ധകാരം മൂലം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ സാധിക്കാതെ വന്ന മനുഷ്യകുലത്തിൻ്റെ മുൻപിൽ സ്വർഗം തുറന്ന ജാലകമാണ് പരിശുദ്ധ മറിയം. എൻ്റെ സ്വർഗജാലകം എന്നും അമ്മേ നീയല്ലോ, എൻ്റെ സ്നേഹ നീരുറവ എന്നും അമ്മേ നീയല്ലോ. എൻ്റെ സ്നേഹത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ നീരുറവയാണ് അമ്മ. ഈ ഈരടികൾ പാടി ഈ കൃപ നമുക്ക് സ്വന്തമാക്കാം. എന്റെ സ്വർഗജാലകം എന്നും അമ്മേ നീയല്ലോ, എന്റെ സ്നേഹനീരുറവ എന്നും അമ്മേ നീയല്ലോ. എന്റെ സ്വർഗജാലകം ഇന്നും അമ്മേ നീയല്ലോ, എന്റെ സ്നേഹനീരുറവ ഇന്നും അമ്മേ നീയല്ലോ. അമ്മയോട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പറയണം. എല്ലാ മക്കളെ ഈ സമയം പറയണം, അമ്മേ നീ എൻ്റെ സ്നേഹ ശ്വാസമായി മാറണം. അമ്മേ നീ എൻ്റെ ജീവിതത്തിൻ്റെ ജീവൻ്റെ താളമായി മാറണം. ഇത് ആഗ്രഹിച്ച് പറയുന്ന മക്കൾക്കെല്ലാം ഈ കൃപ ലഭിക്കട്ടെ. സ്നേഹത്തോടെ നമുക്ക് പാടാം, എൻ്റെ സ്നേഹ ശ്വാസമാകൂ അമ്മേ മാതാവേ. നീ ഇല്ലെങ്കിൽ എനിക്ക് സ്നേഹമില്ല, എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ കഷ്ടപ്പെടും, ഞാൻ ഒറ്റപ്പെടും. അമ്മേ നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവനില്ല. അമ്മേ നീയാണ് എൻ്റെ സ്നേഹത്തിൻ്റെ ശ്വാസം, നീയാണ് എൻ്റെ ജീവൻ്റെ താളം. എന്റെ സ്നേഹശ്വാസമാകൂ അമ്മേ മാതാവേ, എന്റെ ജീവതാളമാകൂ അമ്മേ മാതാവേ. എന്റെ സ്നേഹശ്വാസമാകൂ അമ്മേ മാതാവേ, എന്റെ ജീവതാളമാകൂ അമ്മേ മാതാവേ. അമ്മേ അമ്മേ മാമരിയേ, അമ്മേ അമ്മേ മാമരിയേ, എന്നീശോ വാഴും